ആഘോഷിക്കപ്പെടുന്ന ഉത്സവമാണ് ക്രിസ്മസ്. യേശുക്രിസ്തുവിന്റെ ജനനത്തെ അനുസ്മരിക്കുന്ന ആഘോഷമാണിത്. ഡിസംബർ 25 ആഘോഷിക്കുന്ന ഈ ഉത്സവത്തിന് മതപരമായ പ്രാധാന്യം മാത്രമല്ല, സാംസ്കാരികവും സാമൂഹികവുമായ പ്രാധാന്യവുമുണ്ട്. ഈ ദിവസം സ്നേഹം, സാഹോദര്യം, അടുപ്പം എന്നിവ പ്രകീർത്തിക്കപ്പെടുന്ന എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനം വഹിക്കുന്ന ദിവസമെന്ന് തന്നെ പറയാം. ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഏറ്റവും പ്രധാന ഘടകമാണ് ക്രിസ്മസ് ട്രീ. ക്രിസ്മസ് ട്രീ ഇല്ലാതെ ക്രിസ്മസിനെ കുറിച്ച് ചിന്തിക്കാനേ കഴിയില്ല. ക്രിസ്മസ് രാത്രിയിൽ ദേവാലയങ്ങളിൽ ക്രിസ്മസ് ട്രീ ഒരുക്കാറുണ്ട്. ഇതിൽ സമ്മാനങ്ങളും കെട്ടിത്തൂക്കാറുണ്ട്. എന്താണ് ക്രിസ്മസ് ട്രീയുടെ ചരിത്രം? ഇത് എവിടെ നിന്നാണ് വന്നത്? 1605 ക്രിസ്മസ് ട്രീ എന്ന പതിവ് തുടങ്ങിയത്. പശ്ചിമ ജർമ്മനിയിലെ സ്ട്രാസ്ബർഗാണ് ക്രിസ്മസ് ട്രീയുടെ ജന്മനാട്. ചെറിയ മരങ്ങളിൽ വർണ്ണക്കടലാസുകളും ബലൂണുകളും നക്ഷത്രവിളക്കുകളും തൂക്കി ആദ്യ ക്രിസ്മസ് ട്രീ അങ്ങനെ ഏറ്റവും ലളിതമായി പിറന്നു. ക്രിസ്മസ് ട്രീയുടെ ചുവട്ടിലാണ് കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കുമുള്ള സമ്മാനപ്പൊതികൾ കരുതി വെക്കുന്നത്. 19-20 നൂറ്റാണ്ടുകളായപ്പോഴേക്കും ഇന്ത്യയിലേക്ക് പാശ്ചാത്യ മിഷണറിമാർ ക്രിസ്മസ് ട്രീ എത്തിച്ചു. പ്ലാസ്റ്റിക്കും മറ്റ് കൃത്രിമ വസ്തുക്കൾ കൊണ്ടും ക്രിസ്മസ് ട്രീകൾ ലഭ്യമാണ്. ഇന്ന് ക്രിസ്മസ് കാലമാകുമ്പോഴേക്കും മിക്കവരും വീടുകളിൽ അലങ്കരിച്ചു വെക്കുന്നത് പ്ലാസ്റ്റിക് ക്രിസ്മസ് ട്രീ ആണ്. വിദേശ രാജ്യങ്ങളിൽ ക്രിസ്മസ് ട്രീ നട്ടുവളർത്തുന്നത് വലിയ ബിസിനസ്സാണ്. ഫിർ, പൈൻ മരങ്ങളാണ് പ്രധാനമായും ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനായി ഉപയോഗിച്ചിരുന്നത്. ഇതിൽ തന്നെ വിവിധ തരത്തിലുള്ള ട്രീകളുമുണ്ട്. ഡഗ്ലസ് ഫിർ, നോബൽ ഫിർ, ഫേസർ ഫിർ, ബാൽസം ഫിർ എന്നിങ്ങനെ പലതരമുണ്ട്. ഇത് പൈൻ മരത്തിൽ സ്കോച്ച് പൈൻ, വെർജിനിയൻ പൈൻ എന്നീ മരങ്ങളും ക്രിസ്മസ് ട്രീയായി ഉപയോഗിക്കുന്നുണ്ട്. ക്രിസ്മസ് ട്രീയുമായി ബന്ധപ്പെട്ട നിരവധി കഥകളും പ്രചാരത്തിലുണ്ട്. മഞ്ഞുകാലത്ത് മരങ്ങൾ കൊണ്ടുവന്ന് അലങ്കരിക്കുന്ന പതിവ് ക്രിസ്മസ് ആചരിച്ചു തുടങ്ങുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഉണ്ടായിരുന്നു. കൊടും മഞ്ഞുള്ള യൂറോപ്യൻ പ്രദേശങ്ങളിൽ അവർ നേരത്തെ തന്നെ കാട്ടിൽ നിന്നും വിറകുകളും മറ്റും ശേഖരിക്കുകയും പതിവായിരുന്നു. കൊടും തണുപ്പിനെ നേരിടാൻ വേണ്ടിയായിരുന്നു ഈ പതിവ്. പിന്നീട് അത് ക്രിസ്മസിന്റെ ഭാഗമായി മാറി. ക്രിസ്മസിന്റെ ആവിർഭാവത്തിന് വളരെ മുൻപ് തന്നെ വർഷം മുഴുവനും പച്ചപുതുച്ചു നിൽക്കുന്ന മരങ്ങളും സസ്യങ്ങളും മനുഷ്യരുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക സാന്നിധ്യം ചെലുത്തിയിരുന്നു. ആഘോഷവേളകളിൽ ആളുകൾ ഇന്ന് പൈൻ, സ്പ്രൂസ്, ഫിർ എന്നിവ ഉപയോഗിച്ച് വീടുകൾ അലങ്കരിക്കുന്നത് പോലെ പുരാതന ജനത അവരുടെ വാതിലുകൾക്കും ജനാലകൾക്കും മുകളിൽ മരത്തിന്റെ ശിഖരങ്ങൾ തൂക്കിയിട്ടിരുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മന്ത്രവാദം, ദുരാത്മാക്കൾ, രോഗം എന്നിവ അകറ്റി നിർത്താമെന്നും പല രാജ്യങ്ങളിലെയും ജനങ്ങൾ വിശ്വസിച്ചിരുന്നു. ആദ്യകാലങ്ങളിൽ ഒരുക്കിയ ക്രിസ്മസ് ട്രീ അലങ്കരിച്ചത് കഴിക്കാൻ പറ്റുന്ന വസ്തുക്കൾ കൊണ്ടായിരുന്നു. ജർമ്മനിയിൽ ആദ്യമായി തയ്യാറാക്കിയിരുന്ന ക്രിസ്മസ് ട്രീയിൽ കുക്കികൾ, ആപ്പിളുകൾ, മിഠായികൾ തുടങ്ങിയവ ഉപയോഗിച്ചായിരുന്നു അലങ്കരിച്ചത്. ക്രിസ്മസ് ട്രീയിൽ അലങ്കരിക്കുന്ന മറ്റു വസ്തുക്കളും വെറും നിസ്സാരമായിരുന്നില്ല. ക്രിസ്മസ് ട്രീ അലങ്കരിക്കാൻ ആദ്യകാലങ്ങളിൽ വെള്ളിയിലുള്ള ടിൻസലാണ് ഉപയോഗിച്ചത്. ഇവ ക്രിസ്മസ് ട്രീയിൽ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകതരം തിളക്കമുണ്ടായിരുന്നു. ക്രിസ്മസ് ട്രീയിൽ തൂക്കിയിട്ടിരുന്ന ലൈറ്റുകൾ മെഴുകുതിരി ഉപയോഗിച്ചായിരുന്നു ആദ്യകാലങ്ങളിൽ നിർമ്മിച്ചിരുന്നത്. ഇലക്ട്രിക് ലൈറ്റുകൾ വരുന്നതിന് മുൻപായിരുന്നു ക്രിസ്മസ് ട്രീകൾ അലങ്കരിക്കാൻ എല്ലാവരും മെഴുകുതിരി ഉപയോഗിച്ചിരുന്നത്. 17-ാം നൂറ്റാണ്ട് മുതലുള്ള രീതിയായിരുന്നു ഇത്. ക്രിസ്മസ് ട്രീകൾ അലങ്കരിക്കുന്നതോടൊപ്പം തന്നെ അതുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന നിരവധി ഐതിഹ്യങ്ങളും മിത്തുകളുമുണ്ട്. ഡിസംബർ 24 മുൻപ് വീടുകളിൽ ക്രിസ്മസ് ട്രീ കൊണ്ടുവന്നാൽ വീടിനുള്ളിൽ നിർഭാഗ്യങ്ങൾ ഉണ്ടാകുമെന്നായിരുന്നു പ്രധാന അന്ധവിശ്വാസം. ക്രിസ്മസ് രാത്രി മാത്രമേ ട്രീ ഒരുക്കുവാൻ പാടുള്ളൂവെന്നും അങ്ങനെ വന്നാൽ ഭാഗ്യം വരുമെന്നുമാണ് വിശ്വാസം. മാത്രമല്ല, ജനുവരി 1 മുൻപ് അലങ്കരിച്ച ക്രിസ്മസ് ട്രീ എടുത്തുമാറ്റാൻ പാടില്ലെന്ന വിശ്വാസവും പലർക്കുമുണ്ട്. ക്രിസ്മസിന് 4 ആഴ്ച മുൻപുള്ള ഞായറാഴ്ച അലങ്കരിച്ചു വയ്ക്കുന്ന ക്രിസ്മസ് ട്രീ ക്രിസ്മസ് കഴിഞ്ഞ് 12 ദിവസത്തിന് ശേഷം എടുത്തുമാറ്റണം, അതായത് ജനുവരി 6. ക്രിസ്മസ് ട്രീയിൽ ചിലന്തി വന്നിരുന്നാൽ നല്ലതാണ് എന്ന വിശ്വാസം കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ട്. അവരുടെ വിശ്വാസപ്രകാരം ചിലന്തി വല ആരോഗ്യത്തിന്റെയും സമ്പത്തിന്റെയും പ്രതീകമാണ്. ക്രിസ്മസ് ട്രീ മറിഞ്ഞു വീഴുന്നതും നിർഭാഗ്യകരമായാണ് കണക്കാക്കപ്പെടുന്നത്.